കാലത്ത് അമ്പലത്തിൽ പോയി വന്നിട്ട് ഒന്നും ഇരിക്കാൻ കൂടെ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോഴത്തേനും മാമിക്ക് ടൗൺ ഹാളിൽ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അവരെ കലോത്സവ വിജയത്തിന്റെ. അത് കഴിഞ്ഞിട്ടില്ല, ഒരുപാട് ലേറ്റ് ആയിട്ട് നടന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. 2 മണിക്കാണ് പ്രോഗ്രാം എങ്കിലും ഇവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് മേടിക്കാനുണ്ടായിരുന്നു രണ്ടുപേർക്ക്. ഇവര് ഗ്രൂപ്പ് സോങ് പഠിപ്പിച്ച 2 പിള്ളേരുണ്ട്, അവരുടെ ചേച്ചിമാരാണ്. അതിലൊരാളാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിലേക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി പോവാ. അപ്പൊ ആള് അവൈലബിൾ ആയിട്ട് കിട്ടാറില്ല, അതുകൊണ്ടാണ് ഇതിപ്പോ ലേറ്റ് ആയി പോയത്. അപ്പൊ അവർക്ക് ഞങ്ങൾ ബാഗ് മേടിക്കാൻ വേണ്ടിയിട്ട് 3-4 ഷോപ്പൊക്കെ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് ഗുഡ് വില്ലാട്ടോ വന്നത്. ആ ഗുഡ് വില്ല് പോയിട്ട് ഞങ്ങൾക്ക് നല്ല 2 ബാഗൊക്കെ കിട്ടി. അതിൽ പോംപോംസൊക്കെ ഇട്ട് ഞങ്ങൾ സെറ്റാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ദാഹിക്കുന്നുണ്ട്, നല്ല വെയിലല്ലേ, അത് കാരണം ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ട് ഷെയ്ക്കൊക്കെ കുടിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറയാണ്, കുറേ ദിവസമായി ഇവരൊക്കെ നേരിട്ട് കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഷാർജ ഷെയ്ക്കാണ് കേട്ടോ കുടിച്ചത്. നല്ല ടേസ്റ്റിന് ഇവരുടെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് വിളി തുടങ്ങിയിട്ടോ, നിങ്ങൾ എത്തിയില്ലല്ലോ എവിടെയാന്നൊക്കെ ചോദിച്ചിട്ട്. ടൗൺ ഹാൾ ജസ്റ്റ് അടുത്താണ്, ഗുഡ് വില്ലിൻ്റെ അടുത്താണ്. അപ്പം ഞാൻ വണ്ടിമേലായിരുന്നു, ഞാൻ വണ്ടിമേൽ പോയി, ഇവർ 3 പേര് നടന്നിട്ടായിരുന്നു കേട്ടോ വന്നത്. അപ്പൊ അവിടെ എത്തുമ്പോഴേക്കും പ്രോഗ്രാം ഒക്കെ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മന്ത്രി രാജനൊക്കെ പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നേ. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ കയറിയിരുന്നു. കളക്ടർ സ്റ്റേജിൽ ഒരുപാട് പേരുണ്ടായിരുന്നേ. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു. പിള്ളേർ എല്ലാവരും കൂടെ ഗ്യാങ് ആയിട്ട് ഒരു സൈഡിൽ. ഫ്രണ്ട്സിന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഞങ്ങളൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കുന്ന സമയമാകുമ്പോഴാണ് എന്നെ അന്വേഷിച്ച് വരുള്ളൂ. അങ്ങനെ പിന്നെ ഞാനും അന്വേഷിച്ച് ഒരു സൈഡിൽ വന്നിരുന്നു കേട്ടോ. ഒരുപാട് പേര് പങ്കെടുത്തൊരു പ്രോഗ്രാം ആയിരുന്നേ. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് പിന്നെ പ്രസംഗം കേൾക്കലൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ അങ്ങോട്ട് കൂടെ ഒക്കെ. അതുപോലെ മത്സരങ്ങൾക്ക് ഇവരുടെ പാരൻസിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ട് ഇപ്പം എല്ലാവരുമായിട്ട് നല്ല പരിചയമാണ്. ഇപ്പം ലഹരിയൊക്കെ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് പിള്ളേരെ ബോധവത്കരിക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക് അത് തന്നെയായിരുന്നു. പിന്നെ കളക്ടർ അർജുൻ പാണ്ഡ്യ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ തൃശ്ശൂർ. ഇപ്പൊ പിള്ളേർക്കൊക്കെ ഭയങ്കര സമ്മാനം കൊടുത്തു തുടങ്ങിയപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങി, അയ്യോ ഞങ്ങൾക്ക് കളക്ടറിനെ തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും സമ്മാനമൊക്കെ കിട്ടി. ഇവരുടെ സ്കൂളിൽ ഒരു വലിയ ട്രോഫി ഒക്കെ കൊടുത്തായിരുന്നു. ഒരുപാട് പിള്ളേർക്ക് എ ഗ്രേഡ് കിട്ടിയവരുണ്ട് കേട്ടോ. ഇരിക്കുന്ന പിള്ളേരൊക്കെ, ഇത് കുറേ പേരൊന്നും വന്നിട്ടില്ല, വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ പിള്ളേർ പോയെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തേ. ഇതാണ് ആമിയുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്. കുറെ പേരുണ്ട്, കുറെ പേരൊന്നും വന്നിട്ടില്ല. കോളേജ് കാലത്ത് പോലും അനുഭവിക്കാത്തൊരു വൈബാണ് കേട്ടോ ഇപ്പോഴത്തെ പിള്ളേരുടെ ഇടയിൽ. ഇവർക്ക് വർത്താനം പറഞ്ഞ വിശേഷങ്ങളും പറഞ്ഞൊന്നും ഇവർക്ക് തീരില്ല. അപ്പൊ പിന്നെ ചേച്ചിമാര് വന്നായിരുന്നു. അപ്പൊ ചേച്ചിമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഓടുന്നേ. അവർക്ക് അത്ര ഇഷ്ടമാണ് അവരെ, കാരണം അവർ എഫേർട്ട് എടുത്ത് ഇവർ പഠിച്ചെങ്കിലും അതിൻ്റെ കറക്ഷൻസ് ഒക്കെ ചെയ്തത് ആ പിള്ളേരാണ് കേട്ടോ. ഇതാണ് മൃദുലയാണ് ഫ്രാൻസിലോട്ട്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു ഡെസ്റ്റിനേഷൻ പ്ലേസും കൂടി ഉണ്ടായിരുന്നു. ഇവർ തെക്കേ ഗോപുരനാടയിൽ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇനിയും ലേറ്റ് ആവുമെന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ ആമിക്കും കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേനും അങ്ങനെ ആള് പിള്ളേർക്ക് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുപോയിട്ടാ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.